ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡെയിലി ലൈഫായിട്ട് അല്ലേ, നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്? കീപ്പിംഗ് ഡിസീസസ് അറ്റ് ബേ അല്ലേ, അകറ്റി നിർത്താം രോഗങ്ങളെ. എപ്പോഴും എന്താണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആരോഗ്യമാണ് അല്ലേ. നമ്മുടെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ലൈഫ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്തുണ്ടായിരിക്കണം? ആരോഗ്യം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ആരോഗ്യം പല രീതിയിൽ തകർന്നു പോകാറില്ലേ, നശിച്ചു പോകാറില്ലേ, ആരോഗ്യം ഇല്ലാതായി പോകാറില്ലേ? അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് ആര് വരുന്നത്? രോഗങ്ങൾ അല്ലേ. നമുക്ക് ഒരുപാട് ഡിസീസസ് എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട് അല്ലേ. പല രീതിയിൽ നമുക്ക് രോഗങ്ങൾ വരാറുണ്ട്, പല തരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ എന്താണ്, നമുക്ക് സ്ഥിരമായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന ആളുകൾ ഉണ്ടാവാം, ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ വരുന്നവരുണ്ടാവാം. ഇതല്ലാതെ അല്ലേ നമുക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഇന്ന് നമുക്ക് അറിയാം അല്ലേ. അത് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും എന്താണ്, രോഗങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട് അല്ലേ. നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്, കുറേ മുമ്പ് ഉണ്ടായിരുന്നതാണ്, പിന്നെ കുറേ കാലത്തേക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്ന അവസ്ഥയുണ്ട്. ഇതല്ലാതെ പുതിയ തരത്തിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ പരിചയപ്പെടുകയും എങ്ങനെയൊക്കെ ഈ രോഗങ്ങളൊക്കെ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ രോഗം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് വരുന്ന ജലദോഷം അല്ലേ, ഒരു കുഞ്ഞു ജലദോഷം മുതൽ പല തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലേ. തൊണ്ടവേദനയായിട്ടാണെങ്കിലും വോമിറ്റിംഗ് ആയിട്ടാണെങ്കിലും, അതുപോലെ എന്താണ് നമ്മുടെ കണ്ണിന് അല്ലേ, കണ്ണിനൊക്കെ അസുഖം നിങ്ങൾക്കറിയാം. ചില സമയത്തൊക്കെ നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഒരു ക്ലാസ്സിൽ തന്നെ കുറേ മക്കൾക്കൊക്കെ എന്ത് വന്നിട്ടുണ്ടാവാം, കണ്ണിന് അസുഖമൊക്കെ വന്നിട്ടുണ്ടാവാം അല്ലേ. ഇതൊക്കെ എന്താണ്, കോമൺ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുറേ ആളുകളിൽ കണ്ടുവരുന്ന അസുഖങ്ങളാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത്, എങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഡിസീസ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്? അവിടെയാണ് നമ്മൾ ഒരു പേര് അല്ലെ, ഒരു ടേം നമ്മൾ പഠിക്കണം. എന്താണ്? സൂക്ഷ്മജീവികളുണ്ട് അല്ലെ, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എന്താണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുത് എന്നാണ് അർത്ഥം. അപ്പോൾ സൂക്ഷ്മജീവികൾ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ വലുപ്പത്തിലുള്ള ആരാണ്? സൂക്ഷ്മജീവികളാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ സൂക്ഷ്മജീവികൾ എന്നറിയാവോ നിങ്ങൾക്ക്? ആരൊക്കെയാണ്? നമ്മുടെ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ഇവരുടെ ഈ ഒരു മൂന്ന് പേരും നിങ്ങൾ ഓർത്തു വയ്ക്കുക. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ഇവരാണ് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നവർ. ഇവരാണ് എന്തുണ്ടാക്കുന്നത്, എന്തിന് കാരണമായിട്ടുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ പ്രവർത്തനം, ഇവരുടെ ആക്ഷനാണ്. നമ്മുടെ ശരീരത്തിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രവർത്തനത്തിൻ്റെ അല്ലേ, അവർ പ്രവർത്തിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, രോഗം ഉണ്ടാവുന്നത്. അപ്പം ഈ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഈ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരാൾക്കൊരു അസുഖമുണ്ട്, അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മജീവി ഉണ്ടാവുമല്ലോ. അത് ഫംഗസ് ആവാം, അത് ബാക്ടീരിയ ആവാം, അത് വൈറസ് ആവാം, ആരാണെങ്കിലും ശരി. ആ കാരണക്കാരൻ അയാളിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തുക എന്ന് വിചാരിക്കുക. ആ ഒരു രോഗം ഉണ്ടാക്കുന്ന ആളെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അയാൾ അവിടെ നിന്ന് വേറൊരു ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ഉടമയ്ക്കും എന്ത് വന്നു എന്നർത്ഥം, ആ രോഗം പിടിപെട്ടു എന്നർത്ഥം അല്ലേ. അപ്പൊ ഈ തരത്തിലാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ രോഗത്തിന്റെ കാരണം എന്ന് പറയുന്നത് ആരുടെ പ്രവർത്തനമാണ്? നമ്മുടെ മൈക്രോ ഓർഗാനിസം അഥവാ സൂക്ഷ്മജീവികൾ. ആരൊക്കെയാണ് ഇവര്? നമ്മുടെ വൈറസ് ഉണ്ട്. വൈറസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, കൊറോണ ബോളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കൊറോണ വൈറസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ. നിപ്പ വൈറസ് നമുക്കറിയാം. അപ്പൊ ഈ വൈറസ് ഉണ്ട്, അതേപോലെ ബാക്ടീരിയ ഉണ്ട്, അതേപോലെ ഫംഗസ് ഉണ്ട്. അപ്പൊ ഈ ചിത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ചിത്രം വരയ്ക്കാൻ ചോദിക്കാറില്ല, പക്ഷെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിത്രം തന്നിട്ട് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ആളെ പേരാണ് മിസ് ആദ്യം പറഞ്ഞത്, നമ്മുടെ വൈറസ്. എപ്പോഴും നമ്മൾ ആ ഒരു കൊറോണ ബോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. അതേപോലെ ഇത് നമ്മുടെ ബാക്ടീരിയ ആണ്, ഇത് നമ്മുടെ ഫംഗസ് ആണ്. ഈ ഫംഗസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഭക്ഷണമൊക്കെ കേടായാൽ, പ്രത്യേകിച്ച് ബ്രെഡൊക്കെ ഇല്ലടാ, ആ ബ്രെഡൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ഒരു പൂപ്പൽ പോലെ വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫംഗസ് ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ എന്താണ്, നമുക്ക് രോഗങ്ങൾ അല്ലേ, രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക, സൂക്ഷ്മജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എങ്ങനെയാണ് ഈ രോഗാണു വരുന്നത്? ഈ പറഞ്ഞിട്ടുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലേ. രോഗം വന്നിട്ടുള്ള ഒരാളിൽ നിന്ന് പല രീതിയിൽ മറ്റൊരാൾക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്, രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാലോ, ഇവരൊക്കെ അല്ലെങ്കിൽ ഈ കാരണങ്ങളൊക്കെ
ഇതൊക്കെ എന്താണ് നമുക്ക് രോഗം വരാനുള്ള കാരണക്കാരാണ്. അപ്പൊ ആരൊക്കെയാണ് ഈ രോഗം പരത്തുന്നവര്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് രോഗം പകരുന്നത്? വെള്ളത്തിലൂടെ അല്ലെ, വാട്ടറിലൂടെ വരാറുണ്ട്, ഫുഡിലൂടെ ഭക്ഷണത്തിലൂടെ വരാറുണ്ട്, എയറിലൂടെ വരാറുണ്ട്, ജീവികളിലൂടെ വരാറുണ്ട് അല്ലെ. ജീവികൾ എന്ന് പറയുന്ന സമയത്ത് ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് മനുഷ്യനിലൂടെ തന്നെ വരാം അല്ലെ, അതല്ലാതെയും വരാം. നമ്മുടെ കൊതുക് വഴി വരുന്നത് നമുക്കറിയാം, ഈച്ച വഴി വരുന്നത് നമുക്കറിയാം അല്ലെ. അങ്ങനെ പല രീതിയിൽ ഈ ഒക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. രോഗം വരാനുള്ള അടിസ്ഥാന കാരണം അല്ലെങ്കിൽ ആരാണ് ആ ഡിസീസിന് കാരണക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷ്മജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസംസ് ആണ്. വൈറസോ ഫംഗസോ ബാക്ടീരിയയോ ആവാം. എന്നാൽ അത് പകരുന്നത് അല്ലെങ്കിൽ അതിന്റെ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അത് ചിലപ്പോൾ വെള്ളത്തിലൂടെ, വാട്ടറിലൂടെ ആവാം, എയറിലൂടെ, വായുവിലൂടെ ആവാം, ഏതെങ്കിലും ജീവികളിലൂടെ ആവാം, ഈ പറഞ്ഞിട്ടുള്ള ഫുഡിലൂടെ ആവാം, അങ്ങനെ പല രീതിയിൽ അല്ലെ. അപ്പൊ നമുക്കറിയാം എല്ലാ രോഗങ്ങളും എന്തല്ല ഇങ്ങനെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരാറുണ്ടോ? ഇല്ല അല്ലെ. ചില രോഗങ്ങളിൽ മാത്രമല്ലേ അങ്ങനെ പകരാറുള്ളൂ. അപ്പൊ അങ്ങനെ പകരുന്ന രോഗങ്ങൾക്ക് നമ്മളൊരു പേര് പറയും. എന്താണ്? നമ്മുടെ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയും. അപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പകർച്ചവ്യാധികൾ എന്ന് വിളിക്കുന്നത്. ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആർ കോൾഡ് കണ്ടേജിയസ് ഡിസീസസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാ രോഗങ്ങളും എന്തല്ല? പകരുന്നതല്ല. പകരുന്നതിനെയാണ് നമ്മൾ കണ്ടേജിയസ് ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയുന്നത്? വളരെ നോർമൽ ആയിട്ടല്ലേ, വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ജലദോഷം, കോമൺ കോൾഡ് എന്ന് തന്നെയാണ് അതിന്റെ പേരല്ലേ. ഈ ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തുമ്മുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറയാറുണ്ട്? ഒരു കർച്ചീഫൊക്കെ വെച്ച് കവർ ചെയ്യാൻ പറയാറുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണത്? ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിന് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവി ഉണ്ട്, അത് മറ്റൊരാളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും എന്ത് വരും? ഈ പറഞ്ഞിട്ടുള്ള ജലദോഷം വരും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തുന്നത്? കണ്ടേജിയസ് അഥവാ പകർച്ചവ്യാധികൾ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതേപോലെ നമ്മുടെ കൺജക്റ്റിവിറ്റീസ്. എന്താണ് കൺജക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ചെങ്കണ്ണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഒരു സമയത്ത് നമ്മുടെ സ്കൂളിലൊക്കെ ഒരു ക്ലാസ്സിലൊക്കെ ഒരാൾക്ക് വന്നാൽ മതി, ബാക്കി എല്ലാവർക്കും അല്ലെ, എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അത് വരുമായിരുന്നു അല്ലെ. കുറേ പേര് സ്ഥിരമായിട്ട് ലീവൊക്കെ ആവുമായിരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് ലീവൊക്കെ ആവുമായിരുന്നു അല്ലെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഇതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ടാണ്, ഇതിങ്ങനെ പകരുന്ന ഒരു അസുഖം ആയതുകൊണ്ടാണ്. അതേപോലെ നമ്മുടെ കോളറ, ടൈഫോയിഡ് ഒക്കെ നമുക്കറിയാം അല്ലെ, നമ്മുടെ മലിനമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഉള്ളതെങ്കിൽ ഈ രോഗം വന്ന ആളിൽ നിന്ന് വേറൊരാളിലേക്ക് അതൊക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? പകരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. വെള്ളത്തിലൂടെ ഒക്കെ ഉണ്ട്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഒരാൾക്ക് വന്നാൽ മതി, ആ പ്രദേശത്ത് മൊത്തം അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാറുണ്ട് അല്ലെ. അതുപോലെ ഫിലേറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്താണ്, ജോണ്ടിസ് നമ്മുടെ മഞ്ഞപ്പിത്തം ഉണ്ട്, റാറ്റ് ഫീവർ നമ്മുടെ എലിപ്പനി ഉണ്ട്. ഇത് കൂടാതെയും ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ പല രോഗങ്ങളും എന്ത് ചെയ്യുന്നതാണ്? ഇങ്ങനെ പകരുന്നതാണ്. ഈ പകരുന്ന രോഗങ്ങളെ, ഈ പകർച്ചവ്യാധികളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വരാതെ നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. അപ്പൊ രോഗം വന്ന ആളും ശ്രദ്ധിക്കണം, അതുപോലെ രോഗിയുടെ പരിചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം, നമ്മൾ ബാക്കിയുള്ളവരല്ലേ രോഗം ഇല്ലാത്ത ആളുകളും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റും അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു, രോഗം പകരുന്നത് എന്ന് പറയുന്നത് എന്താണ്? പല രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ രോഗത്തിന് കാരണം ആരാണ്? ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള മൈക്രോ ഓർഗാനിസം അഥവാ സൂക്ഷ്മജീവികളാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ രോഗവും ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇവരൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ ഏത് വഴിയാണ്, നേരത്തെ പറഞ്ഞതിൽ ഏത് വഴിയാണ് ഇവരൊക്കെ പകരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഏതൊക്കെ രോഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പകരുന്നതെന്ന് നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ ആ വീഡിയോ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. ബൈ.